ഗൈസ്, ഇവിടെ ഒന്നും ഈ യു എയിലൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകത്തില്ല. കാരണം ഇവിടെ ഡിഫൻസ് സ്ട്രോങ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അമേരിക്കൻസിൻ്റെ അവരുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലങ്ങളോ എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ കളവൻ മരിച്ചുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ ഫോൺ എടുത്ത് ഇന്നലെ പാർക്കിലാണ് പാർക്കിൽ കിടന്നുറങ്ങിയപ്പോൾ നല്ല വ്യക്തമായി ഞാൻ ഒരുപാട് മിസൈലായിരിക്കും ശബ്ദം ഞാൻ നല്ലപോലെ കേട്ടു. കാണാൻ പറ്റത്തില്ല, അത്രയും ഹൈറ്റിലാണ് പോകുന്നത്. പക്ഷേ മിസൈൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ശബ്ദം വ്യക്തമായി ഞാൻ കേട്ടു, വ്യക്തമായി. ഇന്നലെ പാർക്കിൽ കിടന്നുറങ്ങാൻ പോയല്ല, വെറുതെ പോയിരുന്നാ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു വെളുപ്പിനൊരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ മിസൈലുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാം. ഷൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒന്ന് ചെറുതായിട്ട് പേടിച്ച്. പറയാൻ പറ്റത്തില്ല, മിസൈലല്ലേ. ആലും യുദ്ധത്തിന് ഒരു കരയിലൂടെ വരുവാണെങ്കിൽ നമുക്ക് കാണാമല്ലോ, ആകാശത്തൂടെ വരുന്ന നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒരു പാകിസ്ഥാൻകാരൻ അബുദാബിയിൽ ഇന്നലെ മരിച്ചത് വേറെ കുഴപ്പമില്ല. ഖത്തർ, സൗദി, പിന്നെ ഖത്തർ, ബഹ്റൈൻ, അങ്ങനെയുള്ള സൗദി പല സ്ഥലങ്ങളാണ് കൂടുതലും പ്രശ്നം ഉണ്ടായത്. ഈ കിളവൻ ഈ വയസ്സാം കാലത്ത് എന്തിൻ്റെ കേടാണ്? ഇവനെ കാണാൻ 40 കൊച്ചുങ്ങൾ മരിച്ചാണ് എനിക്ക് ആ കൊച്ചുങ്ങളെ വീഡിയോ ആയിട്ട് സഹിക്കാൻ പറ്റുന്നത്. കിളവന് വയസ്സാം കാലത്ത് ആക്രാന്തം. അയാൾ കുറേ വയസ്സാം കാലത്ത് കാശുണ്ടാക്കി ഞെളിയാന്ന് വിചാരിച്ച, എന്നിട്ട് മറ്റുള്ളവരെ മേലെ കുതിര കയറാമെന്ന് വിചാരിച്ചു. ഇതാ പറഞ്ഞത്, അവനവൻ ഏത് സ്ഥാനത്ത് നിൽക്കണോ ആ സ്ഥാനത്ത് നിൽക്കണം. ആ സ്ഥാനം കഴിഞ്ഞ് അർഹതയില്ലാത്ത സ്ഥാനം എന്നുവെച്ചാൽ അനീതി കാണിക്കുമ്പോഴാണ് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി അനീതി കാണിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ജനങ്ങളാണ് വലുത്, അല്ലാതെ വേറൊന്നുമില്ല. ജനങ്ങളും ജനങ്ങളുടെ സുരക്ഷയും ജീവനാണ് വലുത്, വേറൊന്നുമില്ല. അത് നോക്കാതെ സമ്പാദിക്കാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ.